കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ ചുമരിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും. ക്രയോൺസും പെൻസിലൊക്കെ കൊണ്ട് വരച്ച് മൊത്തം നാശാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ കളയാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു പഴയ പാത്രത്തിൽ ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വിനാഗിരി ആണെങ്കിലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് വിനാഗിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു ടൂത്ത് പേസ്റ്റാണ്. ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് മതി. എൻ്റെ അടുത്ത് ക്ലോസപ്പാണുള്ളത്. പിന്നെ വേണ്ടത് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷ് അല്ലെങ്കിൽ ഷാമ്പു ആണെങ്കിലും മതി. നമുക്കൊരു ലിക്വിഡ് ഫോമുള്ള സോപ്പ് എഫക്റ്റ് കിട്ടുന്ന എന്തെങ്കിലും മതി. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ സാധാരണ സോപ്പ് എടുത്തിട്ട് അത് നമ്മൾ കലക്കിയെടുത്താലും മതി. നമ്മളിത് മൂന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു പഴയ ബ്രഷ് എടുത്തിട്ടാണ് ഉരക്കുന്നത്. ഞാൻ ഭിത്തിയിൽ ഇതിനെ കൊണ്ട് ഉരക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത് കേട്ടോ. നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുമരിൽ ക്രയോൺസിൻ്റെ ഭാഗത്തൊക്കെ ഉരച്ച് നോക്കാം. ഇത് നല്ല കട്ടിയിലാണ് വരച്ച് വെച്ചിരിക്കുന്നത്. പോകാൻ നല്ല പ്രയാസമുണ്ട്, പക്ഷേ കളറ് ഇളകുന്നുണ്ട്. ഏകദേശം പോയതായിട്ടാണ് തോന്നുന്നത്. നമുക്കിനി ഇത് നന്നായിട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് നോക്കാം. തുടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ആ നമ്മൾ ഉരച്ച് നോക്കിയ ഭാഗത്തുനിന്ന് എല്ലാ ക്രയോൺസും പോയതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഭിത്തിയിലുള്ള കുറച്ച് അഴുക്കും കൂടെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉരച്ച് വൃത്തിയാക്കാം. പക്ഷേ ഈ ബ്രഷ് കൊണ്ട് ഉരക്കുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പഴയ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കൊണ്ട് ഉരക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ചും കൂടെ ബലത്തിൽ ഉരക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി മുഴുവനും ഇതുപോലെ വരച്ചിരിക്കുന്നിടത്തെല്ലാം ഞാനിങ്ങനെ സ്ക്രബ് ഉപയോഗിച്ച് നന്നായിട്ട് മായ്ക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും നമ്മളിതുപോലെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മൊത്തം ഭാഗത്തും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മളെല്ലാം ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണിത്. വൃത്തിയായിട്ടുണ്ട് നല്ലോണം.